Hi everyone. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയേഴ്സിൻ്റെ തിയറി പേപ്പറിൽ കൺട്രോൾ പാനൽ വയറിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് കൺട്രോൾ പാനലിൻ്റെ ലേഔട്ട് വരയ്ക്കുമ്പം. അപ്പോൾ അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ അതിൻ്റെ കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വയറിംഗ് ആക്സസറീസ് എന്തൊക്കെയാണ് എന്നാണ്. ഒരു കൺട്രോൾ പാനലിൽ വയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന വയറിംഗ് ആക്സസറീസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആക്സസറി വരുന്നത് PVC ചാനൽ ഓർ റേസ് വേസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ റേസ് വേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ക്യാബിനറ്റിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് റേസ് വേസ്. അതിന് ഹോൾസ് ഉണ്ടാവും രണ്ട് ഭാഗത്തും. വയറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയറുകൾക്കുള്ളൊരു പാത്വേ ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, റേസ് വേസ് യൂസ് ചെയ്യുന്നത്. PVC എൻക്ലോസ്ഡ് ചാനൽ വിച്ച് പ്രൊവൈഡ്സ് എ പാത്വേ ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസൈഡ് ദ കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലിൻ്റെ അകത്ത് വയറുകൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പാത്വേ പ്രൊവൈഡ് ചെയ്യുകയാണ് ഏത്, റേസ് വേസ്. അതൊരു PVC എൻക്ലോസ്ഡ് ചാനലാണ്. ഫിഗറിൽ കാണാം, അതിനൊരു ക്ലോസ് ചെയ്തിട്ടാണ് അത് കിടക്കുന്നത്, സെമി ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. രണ്ട് സൈഡിലും ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ദ ഓപ്പണിംഗ് സ്ലോട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ് ടു ഫെസിലിറ്റേറ്റ് ദ ഗുഡ് വെൻറ്റിലേഷൻ ആൻഡ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. അതായത് അതിന് സ്ലോട്ടുകൾ രണ്ട് സൈഡിലും ഓപ്പൺ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനകത്തൂടെ വയറുകൾ കടത്തിവിടാം. ആ ഹോളുകൾ ഉള്ളത് കൊണ്ട് എന്താണ്, ഗുഡ് വെൻറ്റിലേഷൻ അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വിഷ്വൽ ഇൻസ്പെക്ഷൻ, നമുക്ക് നോക്കുമ്പോഴേ വയറുകൾ ഏത് കൂടെ എങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിനകത്ത് നോക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് കുറവാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ വയേഴ്സ് ഫ്രം ഡസ്റ്റ്, ഹ്യൂമിഡിറ്റി, കൊറോഷൻ, വാട്ടർ ഇൻട്രൂഷൻ, ഹീറ്റ്, മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഫിസിക്കൽ ത്രെഡ്സ്. വയറുകളെ ഡസ്റ്റിൽ നിന്നും ഹ്യൂമിഡിറ്റിയിൽ നിന്നും കൊറോഷൻ, അതുപോലെ വാട്ടർ ഇൻട്രൂഷൻ, വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, ചൂട്, മെക്കാനിക്കൽ ഡാമേജുകൾ, ഫിസിക്കൽ ത്രെഡുകൾ, ഇതിൽ നിന്നൊക്കെ വയറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യും, ഈ റേസ് വേസ് അതിനൊക്കെ വയറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡിൻ റെയിൽ. ഡിൻ റെയിൽ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാബിനറ്റിൻ്റെ അകത്ത് നമുക്ക് എക്യുപ്മെൻറ്റ്സ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്, ഡിൻ റെയിൽ. ഈ ഡിൻ റെയിൽ നേരിട്ട് ക്യാബിനറ്റിൻ്റെ മേലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മേലെ നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മേലെ ആ സ്ലോട്ടിൻ്റെ മേലെ അല്ലെങ്കിൽ ആ ഒരു സ്ലീവ് പോലെ കാണുന്നത്, അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. സിങ്ക് പ്ലേറ്റഡ് ഓർ ക്രോമേറ്റഡ് മെറ്റൽ റെയിൽ. ഈ ഡിൻ റെയിൽ സിങ്ക് പ്ലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്രോമേറ്റഡ് മെറ്റൽ ഫിനിഷിംഗ് ഉണ്ടാവും അതിൻ്റെ മേലെ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൗണ്ടിങ് ദ കൺട്രോൾ ആക്സസറീസ് ലൈക്ക് MCB, കോണ്ടാക്റ്റേഴ്സ് ആൻഡ് ഓവർലോഡ് റിലേസ് എക്സെട്ര വിത്തൗട്ട് യൂസിങ് സ്ക്രൂസ് ഇൻസൈഡ് ദ കൺട്രോൾ പാനൽ. അപ്പോൾ കൺട്രോൾ പാനലിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണ്ട, സ്ക്രൂ യൂസ് ചെയ്യാതെ സർക്യൂട്ട് ബ്രേക്കർ, അതുപോലെ കോണ്ടാക്റ്റേഴ്സ്, ഓവർലോഡ് റിലേ ഒക്കെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിൻ റെയിലിൻ്റെ മേലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അതുപോലെ ഉപയോഗിക്കുന്ന വേറൊന്നാണ് G ചാനൽ എന്ന് പറയുന്നത്. G ചാനലും സിങ്ക് കോട്ടഡ് മെറ്റൽ ചാനലാണ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. മറ്റേതുപോലെ ഡിൻ റെയിൽ പോലെ തന്നെ അതിൻ്റെ അറ്റത്തൊരു ചെറിയ വളവ് കൂടി ഉണ്ടെന്ന് മാത്രം. ഒരു G ഷേപ്പിൽ അതിനെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് G ചാനൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഡ് ഫോർ മൗണ്ടിങ് ദ ഫീഡ് ത്രൂ ഓർ സ്പ്രിംഗ് ലോഡ് ഓർ ഡബിൾ ഡെക്ക് ടെർമിനൽ കണക്റ്റേഴ്സ്. മെയിനായിട്ടും ഇത് യൂസ് ചെയ്യാറുള്ളത് ഫീഡ് ത്രൂ, അതായത് രണ്ട് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് സർക്യൂട്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണക്ടറുകളാണ് ഫീഡ് ത്രൂ, അല്ലെങ്കിൽ സ്പ്രിംഗ് ലോഡുകൾ, പിന്നെ ഡബിൾ ഡെക്ക് ടെർമിനൽ കണക്റ്റേഴ്സിന് ഡബിൾ ഡെക്ക് ആയിട്ടുള്ള ടെർമിനൽ കണക്റ്റേഴ്സ് എല്ലാം സാധാരണ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളേത് യൂസ് ചെയ്യുക, G ചാനൽ യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഡിൻ റെയിൽ പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നില്ല, സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അടുത്തത് ടെർമിനൽ കണക്റ്റേഴ്സ്. നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളതാണ് ടെർമിനൽ കണക്റ്റേഴ്സ്. ദ സെറ്റ് ഓഫ് ഇൻസുലേറ്റഡ് സ്ക്രൂ ടെർമിനൽസ് അറ്റ് ബോത്ത് സൈഡ്സ് യൂസ്ഡ് ടു കണക്ട് ദ ആക്സസറീസ് ഓഫ് ദ കൺട്രോൾ പാനൽ വിത്ത് എക്സ്റ്റേണൽ കൺട്രോൾ സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, ഇൻപുട്ട് സപ്ലൈ ആൻഡ് മോട്ടർ ടെർമിനൽസ് എക്സെട്ര. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് സ്ക്രൂ ആയിട്ട് രണ്ട് സൈഡിൽ നമുക്ക് ഹോൾസിൻ്റെ വയർ കടത്തിവിടാനുള്ള ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മെറ്റൽ കണക്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇതിനെടുത്ത പ്ലാസ്റ്റിക്കിലൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാക്കാറ്.
ഇതെന്ത് ചെയ്യുക, നമ്മളിത് ക്യാബിനറ്റിൻ്റെ അകത്തായിരിക്കും നമ്മൾ സാധാരണ ടെർമിനൽ കണക്റ്റേഴ്സ് വെക്കുക. അപ്പോൾ പുറത്തുനിന്ന് വെച്ചിട്ടുള്ള സ്വിച്ച് അല്ലെങ്കിൽ ലിമിറ്റ് സ്വിച്ച്, ഇൻപുട്ട് സപ്ലൈ, മോട്ടോർ ടെർമിനൽസ്, അതിൽ നിന്നൊക്കെയുള്ള എക്സ്റ്റേണൽ കൺട്രോൾ സ്വിച്ചസ്, അതിൽ നിന്നൊക്കെയുള്ള കണക്ഷൻസ് കൺട്രോൾ പാനലിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ പാനലിൻ്റെ അകത്ത് ഏതാ യൂസ് ചെയ്യുന്നത്, ടെർമിനൽ കണക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. അവൈലബിൾ ഇൻ ദ വേരിയസ് സൈസ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ്സ്. ഇതും പല കറണ്ട് റേറ്റിങ്ങിൽ, പല വോൾട്ടേജ് റേറ്റിങ്ങിലും, വേരിയസ് സൈസിലും അവൈലബിൾ ആണ് ടെർമിനൽ കണക്റ്റേഴ്സ്. ഫിഗറിൽ തന്നെ പല സൈസിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് വയർ ഫെറ്റ്യൂൾസ് എന്നാണ്. വയർ ഫെറ്റ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സ്മോളർ സർക്കുലാർ റിംഗ് മെയ്ഡ് അപ്പ് ഓഫ് പോളിമർ, പ്ലാസ്റ്റിക് ഓർ റബ്ബർ ഓർ ഫൈബർ. പ്ലാസ്റ്റിക്സോ റബ്ബറോ ഫൈബറോ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന, അതായത് പോളിമർ പ്ലാസ്റ്റിക്കോ റബ്ബറോ ഫൈബറോ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്മോൾ സർക്കുലാർ റിംഗ് ആണ് എന്ത്, വയർ ഫെറ്റ്യൂൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഈസിലി ഐഡൻറ്റിഫൈ ദ എൻഡ്സ് ഓഫ് വയേഴ്സ് വിച്ച് ആർ ടു ബി കണക്റ്റഡ് ഇൻ എ പർട്ടിക്കുലർ ടെർമിനൽസ് ഓർ ആക്സസറീസ്. വയറുകളുടെ എൻഡിൽ, അതായത് ഒരു പർട്ടിക്കുലർ ടെർമിനലിലേക്കോ അല്ലെങ്കിൽ ഒരു ആക്സസറിയിലേക്കോ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വയറുകളുടെ എൻഡിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്, ഈ വയർ ഫെറ്റ്യൂൾസ്. ഇതിങ്ങനെ പല കളറിലെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞ് സർക്കുലർ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ചെറിയ ചെറിയ സർക്കുലർ റിങ്ങുകളാണ് ഇത് ഈ വയർ ഫെറ്റ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വയറുകളുടെ അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽസ്, കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽസിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇറ്റ് ഷുഡ് ബി ഇൻസേർട്ടഡ് ഓൺ ദ ബോത്ത് എൻഡ്സ് ഓഫ് എ വയർ ആസ് കോളർ ഓർ ബ്രേസ്ലെറ്റ്. നമ്മളൊരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ കോളർ വെക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, വയറുകളുടെ രണ്ടറ്റത്തും ഈ വയർ ഫെറ്റ്യൂൾസിനെ ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ് ലൈക്ക് 1 square mm, 1.5 square mm ആൻഡ് 2.5 square mm എക്സെട്ര. പല സൈസിൽ വയർ ഫെറ്റ്യൂൾസ് അവൈലബിൾ ആണ്. അതായത് വയറുകളുടെ സൈസ് മാറുന്നതിനനുസരിച്ച് അതിന് യൂസ് ചെയ്യുന്ന വയർ ഫെറ്റ്യൂൾസിൻ്റെ സൈസുകളും മാറും. 1 square mm വയറിന് 1 square mm യൂസ് ചെയ്യാം, 1.5 square mm ഉണ്ട്, 2.5 square mm ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വയറിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് വയർ ഫെറ്റ്യൂൾസിൻ്റെ സൈസും ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ലക്സ് ആൻഡ് തിമ്പിൾസ്. ലക്സ് തിമ്പിൾസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് സൗണ്ട് ആയിട്ടുള്ള കണക്ഷൻ, വയറുകളുടെ കണക്ഷൻ നമ്മളൊരു കണക്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്സിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലക്സും തിമ്പിൾസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിലിണ്ട്രിക്കൽ ബാരൽ അലോങ് വിത്ത് സർക്കുലാർ റിങ്സ് ഓർ സിലിണ്ട്രിക്കൽ റോഡ് ഓർ യു ഷേപ്പ് ഓർ ഫ്ലാറ്റ് സർഫസ്. ഫിഗറിൽ കാണാം, സർക്കുലാർ ഒരു സിലിണ്ട്രിക്കൽ ബാരൽ ഉണ്ടാവും, അതിൻ്റെ അറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സർക്കുലാർ റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു യു ഷേപ്പിലോ ഫ്ലാറ്റ് ഷേപ്പിലോ ഒക്കെയുള്ള റിങ്ങുകളായിരിക്കും അതിൻ്റെ അറ്റത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. മെയ്ഡ് അപ്പ് ഓഫ് അലുമിനിയം ഓർ കോപ്പർ ഓർ ബ്രാസ്. അലുമിനിയോ കോപ്പറോ ബ്രാസോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഏത് യൂസ് ചെയ്യുക, ലക്സും തിമ്പിൾസൊക്കെ യൂസ് ചെയ്യുക. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിരിക്കണം, പ്രോപ്പർ കണക്ഷൻ എക്യുപ്മെൻറ്റ്സുമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വയറിൻ്റെ അറ്റത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പ്രോപ്പർ കണ്ടക്ടർ ആയിരിക്കണം ഏത്, ഈ ലക്സും തിമ്പിൾസൊക്കെ. യൂസ്ഡ് ടു എൻഷുർ ദ സൗണ്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ ഓഫ് ദ കേബിൾ ഓർ വയർ ഓൺ ടു ദ ടെർമിനൽസ്. സൗണ്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വയർ ചുമ്മാ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർ കണക്ഷൻ ചിലപ്പം പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണക്ഷൻ പ്രോബ്ലംസോ കറണ്ട് ലീക്കേജൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ലക്സും തിമ്പിൾസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പല സൈസിൽ അവൈലബിൾ ആണ്. 1 square mm, 4 square mm, 12.5 square mm അങ്ങനെ പല സൈസിലും ഇത് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, കേബിൾ ബൈൻഡിങ് സ്ട്രാപ്സ് ആൻഡ് ബട്ടൺ. ഫിഗറിൽ കാണിച്ചതുപോലെ നമുക്കറിയാം കേബിൾ ബൈൻഡിങ് സ്ട്രാപ്സ് അതുപോലെ ബട്ടൺസൊക്കെ നമ്മൾ സാധാരണ ഒരു ബഞ്ച് ഓഫ് വയേഴ്സോ അല്ലെങ്കിൽ കേബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടിക്കെട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ കേബിൾ വയർ സ്ട്രാപ്പുകൾ യൂസ് ചെയ്യും, ബെൽറ്റ് അല്ലെങ്കിൽ ബൈൻഡിങ് സ്ട്രാപ്പുകൾ യൂസ് ചെയ്യും. ഫിഗറിൽ കാണിച്ചതുപോലെ ആ ബട്ടൺ അതിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, അതവിടെ ഫിക്സ്ഡ് ആയിട്ട് കിടന്നോളും. ഇറ്റ് ഈസ് എ മെയ്ഡ് അപ്പ് ഓഫ് PVC ഓർ പോളിമർ ബെൽറ്റ് വിത്ത് എ സ്മോൾ ഹോൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. റെഗുലർ ഇൻ്റർവെൽസിൽ ഹോളുകൾ ഇട്ടിട്ടുള്ള ഒരു PVC അല്ലെങ്കിൽ പോളിമർ ബെൽറ്റാണ് ഈ കേബിൾ ബൈൻഡിങ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ടൈ അപ്പ്, ബഞ്ചിങ് ആൻഡ് ബൈൻഡിങ് ദ കേബിൾസ് ഓർ വയേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബട്ടൺ.
കേബിൾ അല്ലെങ്കിൽ വയറുകളെ നമ്മൾ എന്ത് ചെയ്യുക, ബഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് കേബിൾ ബൈൻഡിങ് സ്ട്രാപ്സ്. ഇറ്റ് ഈസ് റീയൂസബിൾ ആൻഡ് ഗുഡ് ഇൻസുലേറ്റർ ടു ദ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അത് റീയൂസബിൾ ആണ്, നമുക്കത് അവിടുന്ന് അഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗുഡ് ഇൻസുലേറ്റർ ടു ദ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിനും ഇലക്ട്രിസിറ്റിക്കും ഗുഡ് ഇൻസുലേറ്റർ ആയിട്ടും കൂടിയാണ്. അത് കണ്ടക്ടർ അല്ല, ഒട്ടും ഇലക്ട്രിസിറ്റിനെയോ ഹീറ്റിനെയോ കടത്തിവിടുന്ന മെറ്റീരിയൽ അല്ല. PVC അല്ലെങ്കിൽ പോളിമർ ബെൽറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഗുഡ് ഇൻസുലേറ്ററാണ്. ഇറ്റ് ഈസ് ജനറലി അവൈലബിൾ 8 mm, 10 mm ആൻഡ് 12 mm വിഡ്ത്ത്. സാധാരണയായിട്ട് 8 mm-ലോ 10 mm-ലോ 12 mm വിഡ്ത്തിലൊക്കെയാണ് ഇത് അവൈലബിൾ ആവല്. ഇനി നൈലോൺ കേബിൾ ടൈസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. കേബിൾ ടൈസൊക്കെ നമ്മൾ വയറുകളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കേബിൾ ടൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നൈലോൺ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കേബിൾ ടൈസാണത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാസ്റ്റനർ യൂസ്ഡ് ടു ഹോൾഡ് ഓർ ടൈ ഓർ ബഞ്ച് ദ വയേഴ്സ്, കേബിൾ ഓർ ഗ്രൂപ്പ് ഓഫ് കേബിൾസ്. വയറുകളെയോ കേബിളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കേബിൾസിനെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, കേബിൾ ടൈസ് യൂസ് ചെയ്യാറുള്ളത്. നൈലോൺ ടൈപ്പ് അല്ലെങ്കിൽ ബെൽറ്റ് വെച്ചിട്ടാണ് എന്ത് യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്, നൈലോൺ കേബിൾ ടൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഡിഫറെൻറ്റ് കളർ, ലെങ്ത് ആൻഡ് വിഡ്ത്ത്. പല കളറിലും ലെങ്ത്തിലും വിഡ്ത്തിലും. സാധാരണയായിട്ട് നമ്മൾ ബ്ലാക്കും വൈറ്റും ആണ് നോർമലായിട്ട് ഒരുപാട് കാണാറുള്ളത്. പല കളറിലും അത് പല ലെങ്ത്തിലും അവൈലബിൾ ആണ്. ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. 4 ഇഞ്ചിൻ്റെ ഉണ്ട്, 7.5 ഇഞ്ചിൻ്റെ, 15 ഇഞ്ച്, അതുപോലെ 11 ഇഞ്ച്, 5.5 ഇഞ്ച്, അങ്ങനെ പല സൈസിലും നമുക്ക് എന്ത് ചെയ്യാണ്, അവൈലബിൾ ആണ്, കേബിൾ ടൈസ് അവൈലബിൾ ആണ്. ഇനി സ്ലീവ്സ് എന്തായിരുന്നു, ഇറ്റ് ഇസ് എ ഫ്ലെക്സിബിൾ ട്യൂബുലാർ ഓർ സിലിണ്ട്രിക്കൽ ഇൻസുലേറ്റർ ഇൻ ടു വിച്ച് ദ ഇലക്ട്രിക്കൽ വയർ ഓർ കേബിൾ ഓർ ഗ്രൂപ്പ് ഓഫ് കേബിൾസ് ക്യാൻ ബി ഇൻസേർട്ടഡ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ ട്യൂബുലാർ ഇൻസുലേറ്ററാണ് ഇത്. സ്ലീവ്സ് ഫിഗറിൽ കാണാം, പല കളറിലായിട്ട് കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ അകത്ത് കൂടെ കേബിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രിക്കൽ വയേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ വയേഴ്സ് ഫ്രം അബ്രേഷൻ, ഹീറ്റ്, കെമിക്കൽ, ഫിസിക്കൽ ഡാമേജ് ആൻഡ് റേഡിയോ ഇൻ്റർഫറൻസ്. പുറത്തുനിന്നുള്ള ബുദ്ധിമുട്ടുകൾ, വയറിലേക്ക് നമുക്ക് ഹീറ്റ്, അതുപോലെ കെമിക്കൽ കൊറോഷൻ, അത് സാധാരണഗതിയിൽ അബ്രേഷൻ, അതുപോലെ ഫിസിക്കൽ ഡാമേജ്, പുറത്തുനിന്നുള്ള എന്തൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഡാമേജോ റേഡിയോ ഇൻ്റർഫറൻസോ ഒക്കെ ഈ വയറിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വയറിനെ ഇങ്ങനെ സ്ലീവ്സിൻ്റെ അകത്താക്കിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളർ, സ്റ്റൈൽ ആൻഡ് മെറ്റീരിയൽ. പല കളറിൽ, പല സ്റ്റൈലിലും, പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എന്ത് അവൈലബിൾ ആണ്, ഈ സ്ലീവ്സ് സാധാരണ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോമെറ്റ്സ്. It is a type of bushing which is used to insulate and hold the cables when they pass through a punched drilled holes of പാനൽസ് ഓർ എൻക്ലോഷേഴ്സ്. പാനൽസിൻ്റെ അല്ലെങ്കിൽ എൻക്ലോഷറിൻ്റെ പുറത്ത് നമ്മൾ ഹോൾസൊക്കെ ഡ്രില്ല് ചെയ്യുന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ്, കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ വയറുകളൊക്കെ കടത്തി വിടുന്ന സമയത്ത് അതിന് പ്രോപ്പർ ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുഷിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്, ഗ്രോമെറ്റ്സ്. ഈ ഗ്രോമെറ്റ്സ് ആ ഹോൾസിൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തു കൂടെ ആയിരിക്കും, ആ സെൻറ്ററിൽ ഒരു ഹോൾ പോലെ കാണാം, അതിലൂടെയാണ് നമ്മൾ വയറ് കടത്തി വിടുക. അപ്പോൾ ഇത് സാധാരണ റബ്ബർ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടഡ് മെറ്റലാണ് സാധാരണ ഗ്രോമെറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് പ്രോപ്പർ ഇൻസുലേറ്റിംഗ് കൊടുക്കും ഈ വയറിന്, അതിൻ്റെ മെറ്റീരിയലിൻ്റെ ബോഡിയിൽ നിന്നും പ്രോപ്പർ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം ട്വിസ്റ്റ്, ടഗ്, കട്ട്, ബ്രേക്ക്, സ്ട്രെയിൻ, വൈബ്രേഷൻ എക്സെട്ര ആൻഡ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഡേർട്ട്, ഡസ്റ്റ്, വാട്ടർ, ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് ഇൻ ടു ദ പാനൽ. അപ്പോൾ ആ ഹോളിൽ പ്രോപ്പറായിട്ട് നമ്മളിത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുകൂടെ വയറുകൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ടൈറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്തൂടെ പൊടികൾ, അതുപോലെ ഇൻസെക്ട്സ് ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്, വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് പാനലിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മൾ ഈ വയറ് കൊടുക്കുന്നത് ഇതുപോലെ ഫിക്സ് ചെയ്ത് ടൈറ്റായിട്ടിരിക്കുന്ന ഗ്രോമെറ്റ്സിൻ്റെ അകത്തൂടെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഇൻസുലേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ അകത്തേക്ക് വേറെ പൊടികളോ അതുപോലെ വെള്ളമോ അങ്ങനത്തെ ഒന്നും എന്ത് ചെയ്യില്ല, പാനലിൻ്റെ അകത്തോട്ട് കടക്കില്ല. ഇനി വയർ ക്ലിപ്പുകൾ. അത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫിക്സിംഗ് ഓർ ഫാസ്റ്റനിങ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫിക്സ് ആൻഡ് ഹോൾഡ് ദ കേബിൾസ് ഓർ ബഞ്ച് ഓഫ് കേബിൾസ് ഇൻ എ സെക്യൂർ മാനർ. അത് വയറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്യൂർ മാനറിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്ലാമ്പ് പോലത്തതാണ് ഈ വയർ ക്ലിപ്പുകൾ എന്ന് പറയുന്നത്. ക്ലാമ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, വയർ ക്ലിപ്പുകൾ യൂസ് ചെയ്യും. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലെ സ്ക്രൂ ഉള്ള ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാമ്പ് പോലെയുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് അതിന് ഓരോ സ്ക്രൂ പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റോട്ടറി ടൈപ്പ് സ്വിച്ചസ് ആണ്. നമ്മൾ സ്വിച്ച്, ഫാൻ്റെ റെഗുലേറ്ററൊക്കെ പോലെ കാണുന്ന ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ചസ്. അതായത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ദ ലെയ്ത്ത്, മില്ലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് മെഷീൻസ് ഡ്യൂ ടു ദെയർ എക്സാക്റ്റ് വിഷ്വൽ പൊസിഷൻ ആൻഡ് ഈസിനെസ് ഇൻ ദ ഓപ്പറേഷൻ.
സാധാരണയായിട്ടുള്ള വലിയ മെഷീൻസ്, അതായത് ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻസ്, അതുപോലെ ഡ്രില്ലിംഗ് മെഷീൻസ്, ഇതിലൊക്കെ നമ്മൾ എക്സാക്റ്റ് വിഷൻ, അതായത് പൊസിഷൻ ഏതൊക്കെയാണ് എന്ന് ശരിക്കും കാണാൻ വേണ്ടി, ആ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാക്റ്റ് വിഷ്വൽ പൊസിഷൻ നമുക്കത് കാണാനും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുക, റോട്ടറി ടൈപ്പ് സ്വിച്ചസ് നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യാറ്. These switches are operated by levers and knobs, which in turn operate cams inside the switch to contact various terminals in sequence by the internal contacts blocks. ഇവിടെ എന്താണ്, നോബ് അല്ലെങ്കിൽ ലെവറാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതിൽ നോബാണ്. നമുക്ക് ആ ഫിഗറിൽ കാണാം ഹാൻഡ്, ഓഫ്, ഓട്ടോ, അങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓഫിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. ഒരു നോബ്, നമ്മുടെ ഫാൻ റെഗുലേറ്റർ പോലെ നോബാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലെവേഴ്സ് യൂസ് ചെയ്യും. ഈ നോബിനകത്ത് വെച്ച് ഇൻ ടേൺ ഓപ്പറേറ്റ് ദ ക്യാംസ്. നമ്മൾ ഈ നോബ് തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും, ക്യാംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ക്യാമിന് അത് ഓപ്പറേറ്റ് ചെയ്യിക്കും. ഈ ക്യാം എന്ത് ചെയ്യും, പിന്നെ വേരിയസ് ടെർമിനൽസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും ക്യാമിന് അകത്ത്. അപ്പോൾ നമ്മൾ ഈ നോബ് തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലെവർ തിരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ക്യാം ഓപ്പറേറ്റ് ചെയ്യും. ക്യാം വേരിയസ് കോണ്ടാക്ട്സ് അല്ലെങ്കിൽ വേരിയസ് ടെർമിനൽസുമായിട്ട് കണക്ഷൻ വരുന്ന സമയത്ത് ഇൻറ്റേർണൽ കോണ്ടാക്ട്സ് ബ്ലോക്സിൽ പല ഇൻറ്റേർണൽ കോണ്ടാക്ട്സിനും, അപ്പോൾ ഹാൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ഹാൻഡ് ഓപ്പറേഷൻ ഒരു ബ്ലോക്ക്, അതുപോലെ ഓഫിന് ഒരെണ്ണം, ഓട്ടോയ്ക്ക് ഒരെണ്ണം, അങ്ങനെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഓരോന്നുമായിട്ട് കണക്ഷൻ വരുമ്പം അതിനനുസരിച്ച് ഈ മെഷീൻ്റെ ഫങ്ഷൻസിന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റും. It is possible to get many circuit combinations by combining various cams and contacts blocks. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 3 എണ്ണം, ഹാൻഡ് ഓപ്പറേഷൻ, ഓഫ്, അതുപോലെ ഓട്ടോമാറ്റിക്, ഇങ്ങനെ 3 ഓപ്പറേഷന് മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ക്യാമുകളും കൂടുതൽ കോണ്ടാക്ട് ബ്ലോക്സുകളും ഉള്ളിൽ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും, പല കോമ്പിനേഷൻസ്, നമുക്ക് പല കോമ്പിനേഷൻസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഫാനിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 1, 2, 5 വരെയൊക്കെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പോലെ ഇവിടെ പല ടൈപ്പ് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കോമ്പിനേഷൻസ് നമുക്ക് ക്യാംസും കോണ്ടാക്ട്സ് ബ്ലോക്സും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് പല കോമ്പിനേഷൻസും നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും.